students, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്ററായ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ് എന്നുള്ള പാഠഭാഗമാണ്. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് നൽകുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു പിക്ചറാണ്. ആ പിക്ചറിൻ്റെ മുകളിലത്തെ ഹെഡിങ്ങായി ഫുഡ് സ്കേഴ്സിറ്റി ഭക്ഷ്യ ദാരിദ്ര്യവും താഴെ ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യസുരക്ഷ എന്നും നൽകിയിട്ടുണ്ട്. ഡിഡിൻറ്റ് യു നോട്ടീസ് ദ ഇല്ലിസ്ട്രേഷൻ ആൻഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ അവിടെ വലതുഭാഗത്ത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ലോക്സഭ പാസസ് ഫുഡ് സെക്യൂരിറ്റി ബിൽ. ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസ്സാക്കി. ന്യൂഡൽഹി. ദ ലോക്സഭ ഹാസ് പാസ്ഡ് ദ ഫുഡ് സെക്യൂരിറ്റി ബിൽ. ദ ബിൽ ഇൻഷ്യൂഴ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് എ ലോവർ റേറ്റ്. ഭക്ഷ്യസുരക്ഷാ ബില്ല് ലോകസഭ പാസ്സാക്കി. കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. The bill has been legalized to distribute rice at a price of 3 rupees and wheat at a 2 rupees per kilogram. ബില്ലനുസരിച്ച് 3 രൂപയ്ക്ക് അരിയും 2 രൂപയ്ക്ക് ഗോതമ്പും വിതരണം ചെയ്യുമെന്നാണ് ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിഡിൻറ്റ് യു നോട്ടീസ് ദ ഇല്ലിസ്ട്രേഷൻ ആൻഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ആ തന്നിരിക്കുന്ന ചിത്രീകരണവും ന്യൂസ് പേപ്പർ റിപ്പോർട്ടും വായിച്ചുവല്ലോ. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇല്ലിസ്ട്രേഷൻ. ആ ഇല്ലിസ്ട്രേഷനിൽ നിന്ന് എന്ത് ആശയമാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരോടൊത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? റീസൺ ഫോർ ദ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. ഫുഡിന് ദാരിദ്ര്യം സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? റോൾ ഓഫ് സയൻസ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ശാസ്ത്രത്തിൻ്റെ പങ്ക് എന്താണ്? റെലവൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം എന്താണ്? ഇതൊക്കെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫോർ എ പ്രോസ്പീരിയസ് ഫ്യൂച്ചർ. നല്ലൊരു നാളേക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് ഇൻഷ്യൂഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവ്രി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പഠിക്കണം? എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ഹെൽത്തി ലൈഫ് നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സിറ്റുവേഷനെയാണ് ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is necessary to ensure food security for a better and healthy society where there is no poverty or health issues due to lack of nutrition. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഒരു നല്ല സൊസൈറ്റി, ഒരു ഹെൽത്തി സൊസൈറ്റി ആയിട്ട് മാറണമെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? ദാരിദ്ര്യഭീതിയോ പ്രൊവേർട്ടിയോ ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും എന്തുമൂലം ഉണ്ടാകാൻ പാടില്ല? ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷകക്കുറവും മൂലം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ മൂലം ഹെൽത്ത് ഇഷ്യൂസും പ്രൊവേർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഹെൽത്തി സൊസൈറ്റി ആവില്ല. നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഒരു ഹെൽത്തി സൊസൈറ്റിയാണ്. അപ്പോൾ നല്ലൊരു നാളേക്ക് വേണമെങ്കിൽ, നല്ലൊരു നാളെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫുഡ് സെക്യൂരിറ്റി അനിവാര്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. Isn't it rice our staple food? അരി നമ്മളുടെ മുഖ്യ ആഹാരമാണല്ലോ. Examine the table given below related to the production of rice in Kerala. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് കേരളത്തിലെ അരിയുടെ ഉൽപ്പാദനത്തിൻ്റെ കാണിച്ചിരിക്കുന്ന വിവരങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു ടേബിളാണ്. അനലൈസ് ദ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്ററുകൾ അനലൈസ് ചെയ്ത് ടേബിൾ നോക്കി ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന ടേബിളിൽ
വർഷം നൽകിയിട്ടുണ്ട്. 1971, 1991, 2011. ഈ കാലയളവുകളിൽ പോപ്പുലേഷനും ടേബിളിൽ കാണിച്ചിട്ടുണ്ട്, ജനസംഖ്യയും കാണിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷന് എത്ര ഏരിയ വരെ ഈ അരി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഏരിയ ഹെക്ടേഴ്സിൽ നൽകിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ എത്രയാണെന്നും ഓരോ വർഷത്തിലെയും ലക്ഷത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വേർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഫ്രം ദ ഇയർ 1971 to 2011? എന്താണ് ക്വസ്റ്റ്യൻ? 1971 മുതൽ 2011 വരെയുള്ള കാലയളവിൽ കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഒന്ന് നോക്കിയേ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഹാസ് ഡിക്രീസ്ഡ് ഫ്രം 1971 to 2011. 1971 മുതൽ 2011 വരെ ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ ഏരിയ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം 8.75 ഹെക്ടർ ആയിരുന്നു. അവസാനം 2011 എത്തിയപ്പോൾ എത്രയായി അത് മാറി? 2.08 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ, വാട്ട് ടെൻഡൻസി കുഡ് ബി ഒബ്സർവ്ഡ് ഇൻ റൈസ് പ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഡ്യൂറിങ് ദ പീരീഡ്? എന്താണ്? ഈ കാലഘട്ടത്തിൽ ജനസംഖ്യാ വർധനവിലും നെല്ലുൽപാദനത്തിലും എന്ത് പ്രവണതയാണ് നിരീക്ഷിക്കാൻ സാധിച്ചത്? നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്. ആദ്യം 1971 2.13 ആയിരുന്നു. 2011 വന്നപ്പോൾ 3.34 അത് ഇൻക്രീസ് ചെയ്തു. എന്നാൽ പോപ്പുലേഷൻ കൂടിയപ്പോൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. ആദ്യം 13.65 ആയിരുന്നത് 2011 ആയപ്പോഴേക്ക് 5.69 ഡിക്രീസ് ചെയ്തു. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ആയി, ബട്ട് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു. ഈസ് ദിസ് ടെൻഡൻസി ഡിസൈറബിൾ? വൈ? ഈ പ്രവണത നമുക്ക് ആശാവഹമാണോ? എന്തുകൊണ്ട്? This tendency is not desirable. If the population increases and a rate of production decreases, food scarcity will occur. അല്ലേ? ജനസംഖ്യ കൂടുകയും ചെയ്യുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ള ഭക്ഷ്യ ഉൽപാദനവും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫുഡ് സ്കേഴ്സിറ്റി, ഭക്ഷ്യ ദാരിദ്ര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ആൻസർ എന്താണ്? ഫുഡ് സ്കേഴ്സിറ്റി വിൽ ഒക്കർ. We have so far examined only the production of rice. നമ്മൾ നെല്ലുൽപാദനത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ മാത്രമാണ് ഇപ്പോൾ നോക്കിയത്. The case is not different with the other food items too. മറ്റു ഭക്ഷ്യ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. How is it that we have to depend on other states for fruits, vegetables, egg and meat? പഴം, പച്ചക്കറി, മുട്ട, മാംസം എന്നിവയ്ക്കെല്ലാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്ക് എങ്ങനെയുണ്ട്? ഇറ്റ് ഈസ് എ ചാലഞ്ച് ടു എൻഷ്യൂർ ഫുഡ് സെക്യൂരിറ്റി ഇൻ എ സിറ്റുവേഷൻ വെൻ കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഡിക്രീസിങ്. കൾട്ടിവബിൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഒരു വെല്ലുവിളിയാണ്. It is essential to recreate a culture of love for the soil and agriculture. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ പുനഃസൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. Regaining lost cultivable land is also important. എന്താണ് പറഞ്ഞത്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളനിലങ്ങളുടെ വീണ്ടെടുപ്പും പ്രധാനമാണ്. Only through a comprehensive approach can we reduce our excessive dependence on others for food. Only through a comprehensive approach. സമഗ്രമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ ഭക്ഷ്യവിഭവങ്ങളിലുള്ള നമ്മുടെ പരാശ്രയത്വം കുറയ്ക്കാനാവൂ. പരാശ്രയത്വം എന്നുദ്ദേശിച്ചത് മറ്റുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന അർത്ഥമാണ് കേട്ടോ. നമ്മളെല്ലാത്തിനും ഈ ഇറച്ചി, മുട്ട, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ അല്ലേ ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആശ്രയത്വം നമ്മൾ മാറ്റണം. നമ്മൾ തന്നെ നമുക്ക് വേണ്ടത് ഉണ്ടാക്കിയെടുക്കണം.
അപ്പോൾ ഈ വിളനിലങ്ങൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിതൊരു വെല്ലുവിളിയാണ്. നമ്മൾ മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തെ പുനഃസൃഷ്ടിക്കണമെന്നാണ് ഈ പാരഗ്രാഫിലൂടെ പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ് ടുഡേ? ഇന്നത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ് ടുഡേ? അതിൻ്റെ ആൻസേഴ്സാണ് ആ കോളങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ്. ക്രോപ്പ് ലോസ്, വിളനഷ്ടം. ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലപരിമിതി. എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, പരിസ്ഥിതി പ്രശ്നങ്ങളും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഫോൾ ഇൻ പ്രൈസ്, വിലയിടിവ് സംഭവിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ, ഇടനിലക്കാരുടെ ചൂഷണം. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ്, ഒബ്സ്റ്റക്കിൾസാണ് ഫാമേഴ്സ് ഇന്ന് നേരിടുന്നത്. Prepare a note using the indicators on the picture and by adding more informations. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കൂടി കൂട്ടിച്ചേർക്കാം. Don't you think that many problems can be overcome if the approach of agriculture is made scientific? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പ്രോബ്ലംസിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും? എങ്ങനെ? ഈ കാർഷിക രീതി ശാസ്ത്രീയപരമായാക്കിയാൽ, സയൻറ്റിഫിക് രീതിയിലാക്കിയാൽ ഈ പരിമിതികളെ അല്ലെങ്കിൽ ഈ പ്രോബ്ലംസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ? ലെറ്റ് us examine the possibilities to overcome each issue. ഇനി നമുക്ക് ഈ പ്രോബ്ലംസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള പോസിബിലിറ്റികൾ, സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Discuss the description given below based on the indicators. Write your inferences in the science diary. നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ ഈ കോളത്തിലെ എല്ലാ പോയിൻറ്റ്സുകളും നമ്മൾ പഠിച്ചിരിക്കണം. ഫെർട്ടൈൽ സോയിൽ, ദ ബേസിസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാനം. ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ്. About 20 different elements are required for the proper growth of plants. പ്ലാന്റ്സിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഏകദേശം 20 വ്യത്യസ്തങ്ങളായ മൂലകങ്ങളുടെ ആവശ്യമുണ്ട്. They are known as essential elements. അപ്പോൾ എന്താണ് എസെൻഷ്യൽ എലമെൻസുകൾ എന്നാൽ പറഞ്ഞത്? പ്ലാന്റ്സിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള 20 ഡിഫറെൻറ്റ് എലമെൻറ്റുകളെയാണ് എസെൻഷ്യൽ എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ എസെൻഷ്യൽ എലമെൻറ്റ്സ്. അതിൽ എക്സാമ്പിൾസുകൾ തന്നിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ എസെൻഷ്യൽ എലമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. These elements are made naturally available in the soil through decomposition by microorganisms. മൈക്രോഓർഗാനിസംസുകളുടെ വിഘടനത്തിലൂടെയാണ്, സോയിലിൽ വിഘടനം നടത്തിയാണ് ഇത്തരത്തിലുള്ള ഈ എലമെൻസുകൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡീകമ്പോസിഷൻ വഴിയാണ്, ഏതിൽ കൂടെ? സോയിലിൽ കൂടെയുള്ള ഡീകമ്പോസിഷൻ വഴിയാണ് ഈ നാച്ചുറൽ എസെൻഷ്യൽ എലമെൻസുകൾ നമുക്ക് ലഭിക്കുന്നത്. Having to learn the advantages of growing leguminous plant in field. Besides this, the fertility of the soil can improved through the application of fertilizers too. എന്താണ് ഇവിടെ പഠിച്ചത്? ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഫെർട്ടിലൈസേഴ്സുകൾ ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫെർട്ടിലൈസേഴ്സുകളുടെ ഉപയോഗം സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടും. The pH of the soil is also an important factor that influence the growth of plant. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സോയിലിൻ്റെ pH വാല്യൂ. The presence of elements in the soil and the pH value can be identified by soil testing. മണ്ണ് പരിശോധനയിലൂടെ മണ്ണിലുള്ള പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ്, മൂലകങ്ങളുടെ സാന്നിധ്യവും ആ സോയിലിൻ്റെ pHും കണ്ടെത്താൻ സാധിക്കും.
Organisms like bacteria, fungi, algae, termite, earthworm help to increase soil fertility. ജീവികളായ ബാക്ടീരിയ, ഫംഗസ്, ആൽഗകൾ, ചിതൽ, മണ്ണിര എന്നിവ വളക്കൂറ് കൂട്ടാനായിട്ട് സാധിക്കും. മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞ ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, ടെർമൈറ്റ്, എർത്ത്വേം. അപ്പോൾ ആ ബോക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ആ ബോക്സ് മറക്കാതെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസേഴ്സ് എഴുതാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ എൻഷുറിങ് ദ നാച്ചുറൽ അവൈലബിലിറ്റി ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ? അപ്പോൾ മണ്ണിലെ നാച്ചുറൽ അവൈലബിലിറ്റി ഓഫ് എലമെൻറ്റ്സ്, നാച്ചുറലായിട്ടുള്ള എലമെൻറ്റ്സുകൾ ലഭ്യമാക്കുന്നതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പങ്ക് എന്താണ്? അതിൻ്റെ ആൻസർ നമുക്ക് എവിടെ തൊട്ട് എഴുതാം? These elements are made naturally available in the soil through decomposition by microorganism. മൈക്രോഓർഗാനിസങ്ങളുടെ ഡീകമ്പോസിഷൻ വഴിയാണ് മണ്ണിൽ ഈ നാച്ചുറൽ എലമെൻറ്റ്സുകൾ എത്തുന്നത്. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ടെസ്റ്റിംഗ് ദ സോയിൽ? സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആവശ്യം എന്താണ്? സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അറിയാൻ പറ്റും? അവിടെ കാണിച്ചിട്ടുണ്ട്. ദ പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് ദ pH വാല്യൂ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ സോയിൽ ടെസ്റ്റിംഗ്. സോയിൽ ടെസ്റ്റിങ്ങിലൂടെ ആ മണ്ണിലുള്ള എലമെൻറ്റ്സുകളുടെ സാന്നിധ്യവും മണ്ണിൻ്റെ pH വാല്യൂവും അറിയാൻ സാധിക്കും. Why does the application of fertilizers become essential for better crop yield? നല്ല വിള ലഭിക്കുവാൻ വേണ്ടി ഫെർട്ടിലൈസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ വേണമെന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? നമ്മൾ പഠിച്ചു. ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ ഇംപ്രൂവ്ഡ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ വളക്കൂറ് കൂടും. മണ്ണിൻ്റെ വളക്കൂറ് കൂടുമ്പോൾ എന്താ? നമുക്ക് നല്ല രീതിയിൽ ക്രോപ്പ് ഈൽഡ്, നമുക്ക് നല്ല രീതിയിൽ വിള ലഭിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കും. അപ്പോൾ ആ ബോക്സിൽ തന്നെ ഈ മൂന്നിൻ്റെയും ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോർഷൻ നോക്കാം. Farmers use different kinds of fertilizers in order to increase the fertility of the soil. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കർഷകർ പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നത്. യു ആർ ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് സച്ച് ആസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ്, ഗ്രീൻ ലീഫ് മാനുവർ എക്സെട്ര. നമുക്കറിയാവുന്ന പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളം, ബയോ ഫെർട്ടിലൈസേഴ്സ് ഏതാണ്? ജൈവവളം, ഗ്രീൻ ലീഫ് മാനുവർ പച്ചിലവളം. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്. നൗ ഒബ്സർവ് ദ പിക്ചർ ബിലോ. വാട്ട് ഈസ് എ മൈക്രോബിയൽ ഫെർട്ടിലൈസർ? അപ്പോൾ നോക്കിയേ, അവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. റീഡ് ദ പാംലെറ്റ് ഗീതു ഗോട്ട് ഫ്രം ദ അഗ്രികൾച്ചർ ഓഫീസർ വെൻ ഹി സോട്ട് ടു ക്ലാരിഫൈ സർട്ടൻ ഡൗട്ട്സ്. ചില ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യുന്നപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ ഗീതുവിന് നൽകിയ ഒരു ലഘുലേഖയാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഗീതുവിന് കിട്ടിയ ആ പാംലെറ്റിലെ ലഘുലേഖയിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കാം. മൈക്രോബ്സ് ദാറ്റ് പ്രൊവൈഡ് ഫെർട്ടിലൈസേഴ്സ്, വളം തരുന്ന ജീവാണുക്കൾ. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. ജീവാണുവളങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്രോബിയൽ ഫെർട്ടിലൈസർ, ജീവാണുവളങ്ങൾ. The presence of microbes enables increase in the soil factors which are essential for plant growth. ഈ ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസറ്റോബാക്ടർ, അസറോസ്പൈറില്ലം and aquatic plants like azolla can be used to increase nitrogen content in the soil. മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ,
അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. കാണാതെ പഠിക്കണം കേട്ടോ ആ ബാക്ടീരിയകളുടെ പേര്. പിന്നീട് ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ, മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. ബയോ ഫെർട്ടിലൈസേഴ്സ്, ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്, മതിയായ ജലസേചനം ഉണ്ടാകണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്, രാസവളവും, കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ രാസവളവും, കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ രാസകീടനാശിനികളും ഉപയോഗിക്കരുത്. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ എക്സിസ്റ്റ് ഇൻ സോയിൽ ഓൺലി ഇഫ് ദീസ് പ്രിക്കോഷൻസ് ആർ ടേക്കൺ, ഈ മുൻകരുതലുകൾ എടുത്തെങ്കിൽ മാത്രമേ, പാലിച്ചെങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റി പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചു, ഇവ പാലിച്ചെങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾ മണ്ണിൽ നിലനിൽക്കുകയുള്ളൂ എന്നും പഠിച്ചു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് അൺസയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ ആസ്പദമാക്കിയിട്ട് എന്തൊക്കെയാണ് അശാസ്ത്രീയപരമായ കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ ഉപയോഗം വരുത്തുന്ന വീഴ്ചകളെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ രാസവളങ്ങളുടെ അശാസ്ത്രീയപരമായിട്ടുള്ള ഉപയോഗം, ആപ്ലിക്കേഷൻ എന്തൊക്കെ കോൺസിക്വൻസുകൾ ഉണ്ടാക്കുന്നു? സോയിലിൻ്റെ കോമ്പോസിഷന് എന്ത് മാറ്റം വരുന്നു? മൈക്രോ ഓർഗാനിസം ഇൻ ദ സോയിലിന് എന്ത് മാറ്റം വരുന്നു? ഹെൽത്ത് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ആ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തി എന്ത് ചെയ്യണം? ഫാമേഴ്സിന് ഒരു അവയർനെസ് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സിബിഷൻ നടത്തിയിട്ട് ഫാർമേഴ്സിന് ഒരു അവയർനെസ് നൽകുക. പോയിന്റുകൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? സ്പോയിൽസ് ദ നാച്ചുറൽ കോമ്പോസിഷൻ ഓഫ് സോയിൽ, സോയിലിൻ്റെ മണ്ണിൻ്റെ തനതായ ഘടന നഷ്ടപ്പെടുന്നു അല്ലേ? ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ അശാസ്ത്രീയപരമായിട്ടുള്ള ഉപയോഗം മൂലം മണ്ണിൻ്റെ തനതായ ഘടന നഷ്ടപ്പെടുന്നു. അഫക്റ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസത്തിൻ്റെ നല്ലപോലെ അഫക്റ്റ് ചെയ്യുന്നു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കണ്ടാമിനേറ്റ് ദ ഡ്രിങ്കിങ് വാട്ടർ റിസൾട്ടിങ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഡ്രിങ്കിങ് കുടിവെള്ളത്തിൽ പകർന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നു. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലീഡ്സ് ടു എക്കണോമിക്കൽ യൂസ്, അമിതമായ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം നമുക്ക് എക്കണോമിക് ലോസ്, സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് കുറച്ചുകൂടി ഡെവലപ്പാക്കി എഴുതിയാൽ നമുക്ക് അതിനുള്ള പോയിൻറ്റ്സുകളാവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു എക്സിബിഷൻ നടത്തിയിട്ട് ഫാമേഴ്സിന് അവയർനെസ് നൽകാനാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാം. ടു കൺട്രോൾ പെസ്റ്റ്. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ. Isn't the pest infestation yet another important problem faced by our farmers? കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണല്ലോ കീടങ്ങളുടെ ആക്രമണം. People generally apply chemical pesticides to overcome this. ഇത് മറികടക്കാൻ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. Chemical pesticides destroy pests totally. കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ഈ രാസ കീടനാശിനി കീടങ്ങൾ മുഴുവനായി കൊന്നൊടുക്കും എന്നാണ് രീതി. ബട്ട് വെൻ ദ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. എന്നാൽ കീടങ്ങൾ അതിജീവനശേഷി നേടുന്നതോടെ വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. Excessive application of chemical pesticides cause many environmental and health issues. ഈ രാസകീടനാശിനികളുടെ അമിതമായ ഉപയോഗം ഒട്ടനവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. നൗ റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യാൻസർ പേഷ്യൻ്റ് ടോൾ ഓൺ ദ റൈസ്. ക്യാൻസർ പേഷ്യൻറ്റുകളുടെ എണ്ണം കൂടുന്നു. തിരുവനന്തപുരം. ദ വൈഡ്
Use of chemical pesticides is suspected to be an important reason for the increase in the number of cancer-affected persons. The presence of pesticides identified in even groundwater has become a matter of great കൺസേൺ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നു. തിരുവനന്തപുരം രാസകീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവിൻ്റെ ഒരു പ്രധാന കാരണമാണ്. എന്തിൻ്റെ? രാസകീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം. അപ്പോൾ വർധനവിൻ്റെ ഒരു പ്രധാന കാരണമായി സംശയിക്കപ്പെടുന്നത് രാസകീടനാശിനികളുടെ ഉപയോഗമാണ്. ഭൂഗർഭജലത്തിൽ വരെ കൂടിയ അളവിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്താനായത് ആശങ്ക സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇൻ ദിസ് സിറ്റുവേഷൻ isn't it important to adopt pest control measure that are not harmful to our health and nature. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് isn't it important to adopt pest control measures? പ്രകൃതിക്കും നമ്മുടെ നേച്ചറിനും ഹെൽത്തിനും ഒന്നും ദോഷകരമല്ലാത്ത കീടനാശിനി അല്ലെങ്കിൽ കീടനിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അമിതമായ കീടനാശിനി ഉപയോഗിക്കുന്നത് പിന്നീട് നമ്മളുടെ പാരിസ്ഥിതിയിലും ആരോഗ്യത്തിനുമെല്ലാം കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രകൃതിക്കും നമ്മുടെ ആരോഗ്യത്തിനും ഒന്നും ദോഷകരമല്ലാത്ത കീടനിയന്ത്രണ മാർഗങ്ങൾ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് അവലംബിക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കത്തുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.